പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന് ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി ഒരു ദൈവദിനം ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ. വിളക്ക് കത്തിച്ച് പറയുകയില്ല തണ്ടിന്മേൽ എത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് വിളക്ക് കത്തിച്ച് പറയുകയില്ല തണ്ടിന്മേൽ എത്ര വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പം തണ്ടിന്മേൽ വെച്ച വിളക്ക് പ്രകാശിക്കുന്നത് പോലെ തന്നെ ദൈവജനത്തിന്, ദൈവമക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന താലന്തുകൾ മറച്ചു വെക്കാതെ അത് മറ്റുള്ളവർക്ക് പ്രകാശമായി നൽകണമെന്നാണ് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നത് തന്നെ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ദൈവം വെളിച്ചം കത്തിക്കുക. മുമ്പ് നമ്മൾ ഇരുളായിരുന്നു. പാപത്തിന്റെ ഇരുൾ വ്യാപിച്ച് നമ്മുടെ ഹൃദയം ഇരുണ്ട് കിടന്നപ്പോൾ സ്വസ്ഥതയില്ലാതെ, സന്തോഷമില്ലാതെ, കണ്ണുനീരിന്റെ നടിയിലൂടെ നിരാശയോടെ നടന്നൊരു ജീവിത കാലഘട്ടം. ആ സാഹചര്യത്തിലാണ് കർത്താവായ യേശുക്രിസ്തു നമ്മെ ചേർത്ത് പിടിക്കുന്നതും. അങ്ങനെ യേശുവിനെ നാം സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഇരുള് മാറി നമ്മുടെ ഉള്ളിൽ എന്തായി? വെളിച്ചം അല്ലൊരിയ വന്നു. അപ്പൊ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചം കത്തിച്ചു. എന്നാൽ കർത്താവ് നൽകിയ രക്ഷയെ, അവൻ ദാനമായി നൽകിയ കൃപയെ നാം ഒരിക്കലും മൂടി വെക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ കർത്താവ് നമുക്ക് നൽകിയ രക്ഷ, കർത്താവ് നിന്ന് കൃപയെ നമ്മൾ ഒരിക്കലും മൂടി വെക്കാതെ, ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിൽ അതിനെ അടക്കി വെക്കാതെ, ഹല്ലേലൂയ, ആ വിളക്ക് തണ്ടിന്മേൽ കത്തി നിൽക്കണം എപ്പോഴും. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും വിളക്ക് തണ്ടിന്മേൽ കത്തി നിൽക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് പ്രകാശമായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ശ്രോതാവെ, കഴിഞ്ഞ കാലങ്ങളായി കർത്താവായ യേശുക്രിസ്തു താങ്കളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ, താങ്കളെ ഏൽപ്പിച്ച താലന്തുകൾ താങ്കൾ എത്രത്തോളം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തി, എത്രമാത്രം താങ്കൾ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കഴിഞ്ഞു എന്നൊക്കെ ദൈവം നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ന്യായം വിധിക്കുന്ന നാളിൽ, കണക്ക് തീർക്കുന്ന നാളില് നമ്മുടെ പ്രവർത്തികളെല്ലാം കർത്താവിന്റെ മുമ്പിൽ വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞോ? ആരോടെങ്കിലും മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞോ? ആരോടെങ്കിലും രക്ഷയെക്കുറിച്ച് പറഞ്ഞോ? പാപബോധം മറ്റുള്ളവർക്ക് നിങ്ങൾ വരുത്തിയോ? അവരുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇതൊക്കെ കർത്താവ് നിങ്ങളെക്കുറിച്ച് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പ്രകാശം, നിന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന താലന്തുകളെ നീ മൂടി വെച്ച് നിന്നെ അടക്കി വെക്കാതെ, ഹല്ലേലൂയ, അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കത്തക്ക നിലയിൽ നിന്റെ അയൽവാസികളിലേക്ക്, നിന്റെ സഹോദര വർഗങ്ങളിലേക്ക്, നിന്റെ ബന്ധു കുടുംബങ്ങളിലേക്ക് ആ പ്രകാശം പരത്തക്കത്തക്ക നിലയില് നീ കർത്താവിന് വേണ്ടി പ്രകാശിക്കണം, ഉണർന്ന് പ്രവർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം കർത്താവ് തന്നിരിക്കുന്ന കൃപകളും താലന്തുകളും രക്ഷയും നിങ്ങൾ അടക്കി വെക്കുമ്പോൾ, മറച്ചു വെക്കുമ്പോൾ, മൂടി വെക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് തന്ന ഉപദേശത്തെ നിങ്ങൾ മൂടി വെക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ശൂന്യത വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആ ശൂന്യതയാണ് നിങ്ങളെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്നത്, ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത്. നാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമുക്ക് നല്ല സുപരിചിതമായ അധ്യായം. 1-ാം വാക്യം, ദൈവം ആദിയിൽ ആകാശം ഭൂമി സൃഷ്ടിച്ചു. അല്ലെ, ഭൂമി പാഴിൽ ശൂന്യമായി കിടന്നു, ഭൂരഹിതമായി കിടന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവിനെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് അവിടെ വായിക്കുന്നത്. അതെ, ആ പാഴിൽ ശൂന്യമായ അനുഭവം. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്ന, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവിന്റെ രക്ഷയും സന്തോഷവും സമാധാനവും ആത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും
നിങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന വെളിച്ചത്തെ നിങ്ങൾ മൂടി വെച്ച് അതിനെ അടക്കി വെച്ച് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉപദേശത്തെ നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കാതെ നിങ്ങൾ തന്നെ ഒതുങ്ങിപ്പോയാൽ ആദ്യം സൃഷ്ടിച്ച ഭൂമിയുടെ പാഴും ശൂന്യത എന്ന് പറഞ്ഞ പോലെ നിന്റെ ഹൃദയം ആ ശൂന്യതയുടെ അനുഭവത്തിലെത്തുകയാണ്. എന്നെ കേൾക്കുന്ന മാതാപിതായി ഉണർന്ന് പ്രവർത്തിക്കണം, കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണം. അപ്പൊ തണ്ടിന്മേൽ വെച്ച് വിളക്ക് നമ്മൾ പറഞ്ഞല്ലോ, തണ്ടിന്മേൽ വെച്ച് വിളക്ക്. തണ്ടിന്മേൽ വെച്ച് വിളക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ചരിത്ര ഭാഗം കൂടെ നമ്മൾ നോക്കിയാൽ അല്ലേ, വിളക്കിന്റെ സവിശേഷത എന്ന് പറയുന്നത് സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. തണ്ടിന്മേൽ വെച്ച് വിളക്ക് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കും. ആ വിളക്ക് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കും, അവരുടെ ഹൃദയത്തിലും ആ പ്രകാശം ചെല്ലും. ഹല്ലേലൂയ. എന്നാൽ ആ വിളക്ക് കരിന്തിരിയാണെങ്കിൽ, കരിന്തിരി പുകയാണെങ്കിൽ, ആ വിളക്കിൽ നിന്റെ കരിന്തിരിയുടെ മണം, ആ പുക, അതൊരു ദുർഗന്ധമാണ്. ആ മണം, ആ പുകയുടെ മണം എല്ലാവർക്കും കൊണ്ട് ഇഷ്ടപ്പെടത്തില്ല, ചിലർക്ക് അത് അലർജിയാണ്. ലേലിയ എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നീ തണ്ടിന്മേൽ കത്തി നിൽക്കേണ്ട വിളക്കാണ്. നിന്റെ ഉള്ളിൽ തന്ന പ്രകാശം നീ മറ്റുള്ളവർക്ക് കൊടുക്കണം. നീ ഒരു കരിന്തിരി പുകയുന്ന പോലെ പുകഞ്ഞ ആ പുക, നിന്റെ നിന്ന് വരുന്ന ആ പുകയുടെ അനുഭവങ്ങൾ, അഥവാ ആ കറുത്ത പുകയിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധം പോലെ നീ കർത്താവിന് വേണ്ടി പ്രകാശിക്കുന്നെങ്കിൽ നിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന സകലതും മറ്റുള്ളവർക്ക് ദുർഗന്ധമായിരിക്കും. രക്തനിശ്ചയം അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ തണ്ടിന്മേൽ വെച്ച് വിളക്ക് പോലെ പ്രകാശിക്കണം. സ്വയം നിങ്ങൾ കത്തി നിൽക്കണം. നിങ്ങൾ സ്വയം കർത്താവിന് വേണ്ടി എല്ലാ ദിവസവും കത്തി നിൽക്കണം. ഒരു ദിവസം നിങ്ങൾ ഒരാളോടെങ്കിലും നിങ്ങൾ സുവിശേഷം പറയണം. ഇന്നത്തെ കാലഘട്ടത്തിൽ സുവിശേഷം പറയാൻ എല്ലാ അനുഭവങ്ങളും ഉണ്ട്. ദൈവസഭകളാണെങ്കിൽ, ദൈവദാസന്മാരാണെങ്കിൽ ക്രൈസ്തവ സമൂഹം വിവിധ മേഖലയുടെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. കൂടാതെ ഇന്നത്തെ കാലഘട്ടം മാധ്യമങ്ങൾ ഇഷ്ടംപോലെ വളർന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് ഏത് വിധത്തിൽ സുവിശേഷം ലോകത്തോട് വിളിച്ചു പറയാം. നിന്റെ സമയം നീ ഉറങ്ങി തീർക്കാതെ, മയങ്ങി തീർക്കാതെ, അലസ്യതകൾ തീർക്കാതെ, വെറുപ്പത്തിനായി വിട്ടുകളയാതെ നിന്റെ സമയം നീ തക്കത്തിൽ ഉപയോഗിക്കണം. ഇത് ദുഷ്കാലമാണ്. അപ്പൊ ഇത് ദുഷ്കാലമാകിയാൽ നിങ്ങളുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്ന എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്ന പോലെ തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ ദൈവം നിന്നെ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുമ്പോൾ നീ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കണം. നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനകരമായി മാറണം. നിന്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസകരമായി മാറണം. നിന്റെ പ്രവർത്തികൾ മറ്റുള്ളവർക്കത് നന്മയായി മാറണം. രക്തനിശ്ചയം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്വയം കത്തുന്ന പ്രകാശിക്കുന്ന വിളക്ക് പോലെ പ്രകാശിച്ച് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രകാശം വെളിപ്പെടുത്തി കൊടുക്കണം. അല്ലേ? അപ്പൊ ഒരു ദൈവ പൈതൽ ലോകത്തിന് വെളിച്ചം കൊടുക്കുന്നവനാണെന്ന് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം മത്തായി 5:14 നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്ന പറയും. അപ്പം വീണ്ടെടുക്കപ്പെടുന്ന, രക്ഷിക്കപ്പെടുന്ന, മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച ദൈവജനം, ദൈവഭക്തന്മാർ ലോകത്തിന്റെ വെളിച്ചമാണ്. അല്ലേ? സൂര്യനും ചന്ദ്രനും നൽകുന്നതിനേക്കാൾ, സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ പ്രകാശിപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ പ്രകാശമാണ് നിന്റെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്നത്. ആ നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പ്രകാശത്തെ മൂടിവെക്കാതെ, നിന്റെ ഉള്ളിൽ പകർന്ന ഉപദേശത്തെ മൂടിവെക്കാതെ, അല്ലേ നിനക്ക് ചുറ്റിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന, കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന, പാപത്താൽ നിറയപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിന്റെ ഉള്ളിലെ ഉപദേശമാകുന്ന വെളിച്ചത്തെ കൂടെ നീ പകർന്നു കൊടുക്കണം. കൃപയുടെ വെളിച്ചം, രക്ഷയുടെ വെളിച്ചം, മാനസാന്തരത്തിന്റെ വെളിച്ചം, ഹല്ലേലൂയ, അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എല്ലാത്തിനേക്കാൾ ഉപരിയായി വെളിച്ചത്തിലേക്ക് വെളിച്ചം ലഭിച്ച നിങ്ങൾ വിശുദ്ധിയെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. രക്തം ചെയ്യാം, അവരെ വിശുദ്ധിയിലേക്ക് നടത്തണം. നമ്മൾ ആരെയും അശുദ്ധിയിലേക്ക് നടത്തുന്നവരായി മാറരുത്. എല്ലാവരും നാം വിശുദ്ധിയിലേക്ക് നടത്തുന്നവരായി മാറും. അപ്പം ദൈവമക്കൾ എന്തിനാണ് എപ്പോഴും ലോകത്തിന്റെ വെളിച്ചമായാണ്. അല്ലേ? അപ്പൊ നമ്മൾ വേദപുസ്തകം വായിക്കുന്ന 4 സ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്ന വിളക്കിനെ കുറിച്ച് അല്ലേ വേദപുസ്തകം പലപ്പോഴും പറയാറുണ്ട്. അല്ലേ? അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ദിവസമൊക്കെ ചിന്തിച്ചു വരും. നമ്മൾ തണ്ടിന്മേൽ വെച്ച വിളക്കിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്.
ഇപ്പൊ ഇവിടെ അല്ലെങ്കിൽ സ്വതന്ത്രം വിളക്ക് കത്തിച്ച് പറയും കീഴല്ല, അല്ലെങ്കിൽ പറയും കീഴല്ല എന്ന് പറയുമ്പോൾ ആമെ പറ ജീവിത വ്യാപാരത്തെ കാണിക്കുന്നു. അല്ലെങ്കിൽ അതിൽ തന്നെ മുഴുകുന്നവന് കർത്താവിനായി പ്രകാശിപ്പിക്കാൻ കഴിയില്ല. പറയും കീഴെന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് അല്ലേലിയ സ്തോത്രം, അല്ലെ ജീവിത അല്ലേലിയ വ്യാപാരത്തെ കാണിക്കുക. അവരതിൽ തന്നെ മുഴുകും. അവർക്ക് കർത്താവിന് വേണ്ടി പ്രകാശിക്കാൻ കഴിയത്തില്ല. അത് നിങ്ങൾ കണ്ടിട്ടില്ല? ചിലരൊക്കെ ഈ ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായി കിടന്ന സാഹചര്യങ്ങളുണ്ട്. കടം കയറി നശിച്ച് മരിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്ന കുടുംബങ്ങളുണ്ട്. അവർ ദൈവസനെ നിലവിളിച്ച് ദൈവത്തോട് യാചിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി ദൈവസഭ ഉണർന്ന് പ്രാർത്ഥിച്ച് അവരുടെ ഉള്ളിൽ ദൈവം പ്രകാശം കൊടുത്തു, അവരെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നത്തേതിൽ അവർ വിവിധ ജീവിത സാഹചര്യങ്ങൾ പടുത്തുയർത്തുവാൻ തുടങ്ങി. അങ്ങനെ വലിയ വലിയ ബിസിനസ്സുകാരായി മാറി. അങ്ങനെ വലിയ വലിയ ബിസിനസ്സുകാരായി മാറിക്കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ ലോകരാജ്യങ്ങൾ കറങ്ങി നടക്കാനാ സമയം. വീട്ടിലിരിക്കാൻ സമയമില്ല, ദൈവസന്നിധിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, ആരാധിക്കാൻ സമയമില്ല. ജീവിത വ്യാപാരം മുഖാന്തരം അവർ ഇങ്ങനെ ഉലകം ചുറ്റുക. അവരൊക്കെ പറയും കീഴിൽ മൂടിവെച്ച വിളക്ക് പോലായിപ്പോയി. അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്ന അനുഭവം അവരിൽ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ പറയുന്നത് ജീവിത വ്യാപാരത്തെയും തൊഴിലെയും കാണിക്കുക. ഇന്ന് അനവധി ആളുകൾ പണം സമ്പാദിക്കണമെന്നുള്ള ആശയാൽ വിവിധ തലങ്ങളിലുള്ള വ്യാപാരം, തൊഴിലും കൃഷിയും എന്നൊക്കെ പറഞ്ഞ് രാവും പകലും അലഞ്ഞു തിരിഞ്ഞടക്കുക. പലരുടെ രീതി അങ്ങനെ കേട്ടോ. കർത്താവ് നമ്മ രക്ഷയെന്ന് പറയുന്നത് അല്ലേരിയ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ഒരു കാലഘട്ടത്തിൽ സഹോദരൻ, നിങ്ങൾ അന്ധകാരത്തിന് കീഴിലായിരുന്നു. അന്ധകാരം നിങ്ങളുടെ കുടുംബത്തെ തകർത്ത്, അന്ധകാരം നിങ്ങളുടെ ജീവിതത്തെ തകർത്തിരുന്നു. നിന്റെ കുടുംബത്തെ സ്വസ്ഥതയില്ല, ഇത് കണ്ണുനീര് മാത്രമായിരുന്നു. എവിടുന്നാണ് ഉയർച്ച വരുന്നത്, എങ്ങനെയാണ് ഉയർച്ച പ്രാപിക്കുന്നത് ഓർത്ത് നിലവിച്ച നാളുകളില്ലേ? നിന്റെ കയ്യിലെ പണം തീർന്ന കാലഘട്ടം, നിന്റെ പേഴ്സ് ശൂന്യമായപ്പോൾ, നിന്റെ അക്കൗണ്ടുകളെല്ലാം ശൂന്യമായപ്പോൾ, നിന്റെ ബിസിനസ് പരാജയപ്പെട്ടപ്പോൾ, കടക്കെണികൾ കൊണ്ട് നീ നിറഞ്ഞൊരു കാലഘട്ടത്തിൽ നീ നിലവിളിച്ചൊരു സമയമുണ്ട് നിനക്ക് അല്ലേരിയ. അന്ന് ദൈവം നിന്നോട് മനസ്സറിഞ്ഞ് കരുണ തോന്നി. ലോകത്തിന്റെ മുമ്പിൽ നിന്നെ ഉയർത്തുവാൻ വേണ്ടി ദൈവം നിനക്ക് തന്ന രക്ഷ, ദൈവം നിനക്ക് തന്ന കൃപ, ദൈവം നിന്റെ ഉള്ളിൽ പകർന്ന ഉപദേശം, അതിൽ നീ പ്രകാശിച്ചു കഴിഞ്ഞപ്പോൾ നീ വലിയ ബിസിനസ്സുകാരനായി, കോടീശ്വരനായി മാറി. ഹല്ലേലൂയ. കോടീശ്വരനായി മാറിക്കഴിഞ്ഞപ്പോൾ ഇന്ന് നിനക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയമില്ല. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങൾ അത് പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞടക്കാതെ നിങ്ങൾക്ക് ദൈവം തന്ന രക്ഷയും കൃപയും ഉപദേശവും നിങ്ങളുടെ ഉള്ളിൽ തന്നു കഴിഞ്ഞപ്പോൾ, നിങ്ങൾ തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ നിങ്ങൾ പ്രകാശിക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ പറയിൽ അടച്ചു വെച്ച വിളക്ക് പോലെ ആകരുത്. പ്രൈസോ. കർത്താവിന് വേണ്ടി സമയം വേർതിരിച്ചിട്ടേ മറ്റെന്തും ചെയ്യാവുള്ളൂ. പ്രൈസോ. ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി നീ സമയം വേർതിരിച്ചിട്ട് വേണം എന്തും ചെയ്യുവാൻ. ഇന്ന് പലർക്കും സമയമില്ലാതെ ബിസിനസ്, മറ്റു കാര്യങ്ങൾ പറഞ്ഞ്, കൃഷി പറഞ്ഞ്, തൊഴിൽ പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. കഠിനമായി അവർ അധ്വാനിക്കുന്നു. അല്ലേരിയ. വേദപുസ്തകം വായിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഉപവസിക്കുവാനോ ദൈവത്തിന് ചേർന്നിരിക്കുവാനോ കൂട്ടായുള്ള കുടുംബ പ്രാർത്ഥനയോ സഭയിൽ കടന്നു വരാനോ ഒന്നും സമയമില്ല. പലർക്കും ഞായറാഴ്ച പോലും സഭയിൽ കടന്ന സമയമില്ലേ. എവിടാ ബിസിനസ്സിന് വേണ്ടി ഓടുക, തൊഴിലിന് വേണ്ടി ഓടുക. നീ അങ്ങനെ ഓടിയാൽ കർത്താവിന് കൊടുക്കേണ്ട സമയവും കർത്താവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ നീ ഓടിയാൽ ആ പാഴിൽ ശൂന്യമാകുന്നൊരു അനുഭവത്തിലേക്ക് നീ എത്തപ്പെടാൻ സാധ്യതയുണ്ട്. പ്രൈസോ. ഇന്നത്തെ നിന്റെ പ്രതാപം ഒക്കെ തകരുവാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പണ്ട് നീ വേദപുസ്തകം മാറ്റാതെ കയ്യിൽ കൊണ്ടു നടന്നു. വേദപുസ്തകം നിരന്തോറും വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. വേദപുസ്തകം വായിക്കാൻ നീ സമയം കണ്ടെത്തിയിരുന്നു. പക്ഷെ തിരക്ക് വന്നു കഴിഞ്ഞു, പണം വന്നു കഴിഞ്ഞപ്പോൾ, സ്ഥാനമാനങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ വേദപുസ്തകം നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ലേലിയ. ഇപ്പൊ അത് കാണുവാനും എടുക്കുവാനും അതിനകത്ത് ഇരിക്കുവാനും അത് വായിക്കുവാനും അത് സമയമില്ല. കഠിനമായി. നിങ്ങളുടെ ഹൃദയം കഠിനമായി. ലേലിയ. എന്നെ കേൾക്കുന്ന പരിസ്നേഹിത, നിങ്ങളുടെ വെളിച്ചത്തെ നിങ്ങൾ പറയും കീഴ് വെച്ച് മൂടരുത്. നിങ്ങളുടെ വിളക്കിനെ നിങ്ങൾ പറയും കീഴ് വെച്ച് മൂടിയാൽ അത് അണഞ്ഞു പോകുന്ന.
ആ വിളക്ക് അണഞ്ഞു പോകും, പിന്നെ അത് പ്രകാശിക്കത്തില്ല, ഇരുളായി പോകും. അതുകൊണ്ട് നിങ്ങൾ ഇരുളായി മാറരുത്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ആമയിലെ തണ്ടിന്മേൽ വെച്ച് വിളക്ക് പോലാക്കിയിരിക്കുന്നു. അപ്പം ഒന്നാമതായി പറ വ്യാപാരത്തെയും തൊഴിലിനെയും കുറിക്കുന്നു. രണ്ടാമതായി പറ എന്ന സാധനങ്ങൾ അളക്കുവാനുള്ള ഒരു അളവ് കോലാണ്. നിങ്ങൾ ധാന്യങ്ങളെയും മറ്റു സാധനങ്ങളെയും അളക്കുന്നത് നല്ലത് തന്നെ. ഏത് ശുശ്രൂഷകരെയും വിശ്വാസികളെയും നിങ്ങൾ അളന്ന് കുറ്റം കണ്ടുപിടിക്കുന്നവർ ആകാതെ. ഹല്ലേലൂയ. പറയുന്നു പറഞ്ഞാൽ അളവിന് ഉദ്ദേശിക്കുന്ന, അളവ് തൂക്കങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അളന്ന് കൊടുത്തുണ്ട് പണ്ട കാലങ്ങളിലൊക്കെ. ഇപ്പോഴും പറയുള്ള വീടുകളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് പലരും അളക്കുന്നത്. ഇന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഈ പറയുമ്പോൾ നിങ്ങൾ വിശ്വാസികളെയും ദൈവമക്കളെയും ദൈവദാസന്മാരെയും നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരെയും നിങ്ങൾ അളക്കുന്നവരായി മാറരുത്. ഹല്ലേലൂയ. നിങ്ങൾ അളക്കുന്നവരായി മാറാൻ പാടില്ല. ഹല്ലേലൂയ. അവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നവരായി മാറരുത്. അങ്ങനെ നിങ്ങൾ മറ്റൊരു അളന്ന് തൂക്കി അവരുടെ കുറ്റം കണ്ടുപിടിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കത്തിയ ദീപം അണഞ്ഞു പോവുകയാണ്. ഹല്ലേലൂയ. നീ മറ്റൊരാളെ വിധിക്കുമ്പോൾ, മറ്റൊരാളെ കുറ്റം ചുമത്തുമ്പോൾ, മറ്റൊരാളെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ സ്വയം തന്നെ അണഞ്ഞു പോവുക. നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം അണയുന്നത്. ചിലരൊക്കെ പറയുന്നത് മറ്റുള്ള കുറ്റം കണ്ടുപിടിച്ച്, മറ്റുള്ള കുറവ് കണ്ടുപിടിച്ച്, മറ്റുള്ള പരിഹസിച്ച് അവരെ അളന്ന് തൂക്കി വിധിക്കുന്നതൊക്കെ കാണുമ്പം ചിലർ സപ്പോർട്ടൂടെ ചെയ്യുമ്പോൾ ചിലർക്കുന്ന വലിയ നേട്ടമാണെന്നാ. അങ്ങനെയല്ല സഹോദര സഹോദരി. നീ മറ്റൊരാളെ കുറ്റം വിധിക്കുമ്പോൾ, അവനെ അളന്ന് തൂക്കി വിധിക്കുമ്പോൾ നിന്റെ ഉള്ളിലെ ദീപം നഷ്ടപ്പെടുകയാണ്, നിന്റെ ഉള്ളിലെ പ്രകാശം കെട്ടുപോവുകയാണ്. പറയും കീഴിൽ വെച്ച് മൂടിയതുപോലെയാണ് നീ. പിന്നെ നിന്റെ ഹൃദയത്തിന്റെ ശൂന്യതയാണ് നീ മറ്റൊരാളെ കുറ്റം വിധിക്കുന്നത്, മറ്റൊരാളെ അളന്നു തൂക്കുന്നത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രീതി, അതുകൊണ്ടാണ് യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ പറഞ്ഞത്, അല്ലെ 7-ാം അധ്യായത്തിൽ അതിന്റെ 1-2 വാക്യം പറഞ്ഞത്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. ഹല്ലേലൂയ. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. ഹല്ലേലൂയ. അത് നിങ്ങൾ ആരും വിധിക്കരുത്, നിങ്ങൾ ആരെ അളക്കരുത്. നിങ്ങൾക്കാരെയും വിധിക്കുവാനും അവരെ അളക്കുവാനും അവരുടെ കുറ്റം കണ്ടുപിടിക്കുവാനും ഒന്നും ദൈവം നിങ്ങളെ ഈ ഭൂമിയിലാക്കി വെച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപദേശം പറഞ്ഞു കൊടുത്തവരെ വെളിച്ചത്തിലേക്ക് നടത്തുവാനാണ് ദൈവം നിന്നെ ഭൂമിയിലാക്കി വെച്ചത്. ഹല്ലേലൂയ. രക്തജയം. അപ്പൊ നിങ്ങളുടെ ശുശ്രൂഷയും നിങ്ങളുടെ ജീവിതവും ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയും വെളിച്ചവും നിങ്ങൾ ഏത് മേഖലയിൽ അതിനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അവിടെ ആരെയും നിങ്ങൾ വിധിക്കാൻ നിൽക്കരുത്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, ആരെയും വിധിക്കരുത് എന്ന് പറഞ്ഞാൽ കോടതികളെ പോലെയുള്ള വിധിയും കുറ്റാരോപണവുമാകുന്ന, ഹല്ലേലൂയ, വിധിയാണ് ഇവിടെ മത്തായി 7 പറയുന്നത്. മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ ആർക്കും എളുപ്പം. മറ്റുള്ളവരെ വിമർശിക്കുവാൻ ആർക്കും എളുപ്പമാണ്. എനിക്ക് നിങ്ങളെ വിമർശിക്കാൻ ഭയങ്കര എളുപ്പമാണ്, നിങ്ങൾക്ക് എന്നെ വിമർശിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഹല്ലേലൂയ. എളുപ്പമാണ്. ഹല്ലേലൂയ. എന്നാൽ അതിനു മാത്രം നന്മയുള്ളവൻ ആരുമില്ല. മറ്റുള്ളവരെ വിധിക്കുവാനും മറ്റുള്ളവരെ അളക്കുവാനുള്ള കുറ്റം കണ്ടുപിടിക്കുവാനും മാത്രം നന്മയുള്ളവനായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല. എല്ലാവരും കുറവുള്ളവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വചനം പറയുന്നത്, ഹല്ലേലൂയ, മറ്റുള്ളവന്റെ കണ്ണിലെ കരട് കണ്ടിട്ട് അത് കേമമായി, ഹല്ലേലൂയ, മറ്റുള്ള മുമ്പില് അത് വിമർശിക്കാതെ, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കണ്ടിട്ട് അത് കോലായി വർണ്ണിക്കുവാൻ താല്പര്യപ്പെടാതെ, അങ്ങനെ ചെയ്യുന്നവർ സ്വന്തം കണ്ണിലെ കോല്, ഹല്ലേലൂയ, ഇരിക്കുന്നതിനെ കുറിച്ച് ഓർക്കണം. ഹല്ലേലൂയ. അതാണ് ദൈവവചനം പറയുന്നത്. ഇവിടെ ദൈവവചനം കർത്താവ് പറയുന്നു, അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനില്ല, നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ എന്ന മത്തായി സുവിശേഷം 7:4 നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. ഈ ഭാഗത്തൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകിത്തരുന്ന സതുപദേശം, ഗുഡ് ന്യൂസ് എന്നൊക്കെ പറയുന്നത് നമ്മളെ ഒന്ന് ക്രമീകരിക്കുക, നമ്മളെ ഒന്ന് ശുദ്ധീകരിക്കുക. സ്തോത്രം.
അത് നമ്മുടെ കുറവുകളെ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം, വ്യക്തം ചെയ്യണം. എന്നെ കേൾക്കുന്ന മാതാപിതാവി, എൻ്റെ കുറവുകളെ ഞാൻ ആദ്യം കണ്ടുപിടിക്കണം. എൻ്റെ പ്രശ്നങ്ങൾ എന്താണ് ഞാൻ തിരിച്ചറിയണം. എന്നിലെ പരാജയത്തെ ഞാൻ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഞാൻ ആരാണ്, ഞാൻ എന്താണ് ചെയ്യുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത്, എന്താണ് എൻ്റെ വാക്കുകൾ, എന്താണ് എൻ്റെ നോട്ടം, എന്താണ് എൻ്റെ കേൾവി, എന്താണ് എൻ്റെ പ്രവൃത്തി എന്നുള്ളത് ഞാൻ സ്വയം മനസ്സിലാക്കിയിട്ട് വേണം മറ്റൊരാളെ നമ്മൾ വിധിക്കുവാൻ. ഹല്ലേലൂയ. പലരും കൂടിയിരുന്നിട്ട്, പലരും കൂടുന്നിടത്തിരുന്ന്, സമൂഹത്തിലിരുന്ന് ചുറ്റുവട്ടത്ത് വട്ടമേശ സമ്മേളനം നടത്തുന്ന പോലെ നീ ആരെയും വിധിക്കരുത്. അല്ലേല് പ്രത്യേകിച്ച് ദൈവഭക്തന്മാർ, ദൈവഭക്തകൾ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ലോകത്തിന്റെ വെളിച്ചമായി ദൈവം നിന്നെ വേർതിരിച്ച് ഭൂമി വെച്ചിരിക്കുന്നത് ഇരുളിൽ കിടക്കുന്നവർക്ക് പ്രകാശം കൊടുക്കാൻ വേണ്ടിയില്ല. അല്ലേലിയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇരുളിൽ ഇരുന്നവർക്ക് വലിയ വെളിച്ചം പ്രകാശിച്ചു എന്ന യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, അതെ, വീണ്ടെടുപ്പിന്റെ അനുഭവം ദൈവം നിനക്ക് തരുമ്പോൾ ഇരുളിൽ കിടക്കുന്നവർക്ക് പ്രകാശം കൊടുക്കാനാ ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ച് വ്യക്തം ചെയ്യും. അത് പറയുകയും വെച്ച് മൂടരുത്. ആരും വിധിക്കുവാൻ നിങ്ങൾ തയ്യാറാകരുത്. അപ്പൊ സ്വന്തം കണ്ണിലെ കോൽ നോക്കാതെ മറ്റുള്ളവരെ നാം ഒരു ന്യായാധിപനെ പോലെ ഇരുന്ന് വിധിക്കുക. ലേലിയ. മനുഷ്യൻ പലപ്പോഴും ന്യായാധിപന്റെ വേഷം കെട്ടാറുണ്ട്. ആ ന്യായാധിപന്റെ വേഷം കെട്ടി കുടുംബത്തിലായിരുന്നു, സഭയിലായിരുന്നു, സമൂഹത്തിലായിരുന്നു, ജോലി സ്ഥലത്തായിരുന്നു നമ്മളൊരു ന്യായാധിപന്റെ വേഷം കെട്ടിയിരുന്ന് വിധിക്കും പലരെയും. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളെ വിധിച്ചു നോക്കിയോ? നിങ്ങളുടെ കുറവുകൾ കണ്ടുപിടിച്ചോ? അല്ലേലിയ. നീ ലോകത്തിന്റെ വെളിച്ചമാണ്. അല്ലേലിയ. അപ്പം കർത്താവ് പറയുന്നു, അല്ലേലിയ, സ്തോത്രം. അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കുക, നീ സഹോദരനോട് നില്ല, നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? ഇന്ന് അനേക വിശ്വാസികൾ തങ്ങളെ നന്നാക്കാതെ മറ്റുള്ളവരെ പരിശോധിക്കുക. അല്ലേ? അനേക വിശ്വാസികള് തങ്ങളെ നന്നാക്കാതെ മറ്റുള്ളവരെ പരിശോധിക്കുക. ആദ്യം സ്വയം നന്നാക്കുക. ആദ്യം നമ്മുടെ കരം വെടിപ്പാകുക. ആദ്യം നമ്മുടെ ഹൃദയശുദ്ധി ഉണ്ടാകുക. യേശു പറഞ്ഞ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അല്ലേലി. ആദ്യം നമ്മുടെ സ്വയം ശുദ്ധീകരണം നടക്കട്ടെ. സ്വയം ശുദ്ധീകരണം നടന്നു കഴിയുമ്പോൾ നമ്മൾ പ്രകാശിക്കുവാൻ തുടങ്ങും. ഹൃദയത്തിനകത്ത് സകല പകയും കയ്പും, സകല അസൂയയും പിണക്കും ക്രോധവും ശാഠ്യവും ദന്തപക്ഷവും ഭിന്നതയും അസൂയ തുടങ്ങി ജഡത്തിന്റെ പ്രവർത്തികൾ മുഴുവൻ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് പ്രകാശിക്കാൻ കഴിയത്തില്ല. അങ്ങനെ വന്നാൽ നിങ്ങൾ പറയും കീഴിൽ അടച്ചു വെച്ച വിളക്ക് പോലെ നിങ്ങൾ, തണ്ടിന്മേലായിരുന്നു നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള ചിന്താഗതികൾ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറയും കീഴിൽ അടച്ചു വെച്ച വിളക്ക് പോലെ അണഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇപ്പം പുറത്തേക്ക് വരുന്ന മുഴുവൻ കയ്പാണ്. അല്ലേലിയ. കേൾക്കുന്ന മാതാപിതാവേ, നമുക്ക് അധിക കാലമൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലെന്നേ. സോദരം, എനിക്കായാലും നിങ്ങൾക്കായാലും ഒക്കെ അധിക കാലമൊന്നുമില്ല. നമുക്ക് ലഭിച്ച സമയം അല്പകാലമാണ്. പാട്ടുകാരൻ പാടിയതുണ്ട്, അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസമാണ്. അപ്പൊ അല്പകാലം മാത്രം. മോശയുടെ ഒരു വാക്കോട് നമ്മൾ ചേർത്തെടുത്താൽ മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായത് 80 സംവത്സരം എന്നാണ്. അത് വേഗം തീരുകയും നമ്മൾ പറന്നു പോവുകയും ചെയ്യുന്നത് 90-ാം സംഗീതം 10 വായിക്കാറുണ്ട്. വായിച്ചതുകൊണ്ട് കാര്യമില്ല, പ്രവൃത്തിയിലുണ്ടാകണം എന്ന് പറയാൻ. നമ്മുടെ സമയം അല്പകാലം മാത്രമാണ്. അതുകൊണ്ട് നാം ഒരു ന്യായാധിപന്റെ വേഷം കെട്ടിയിരുന്ന് മറ്റുള്ളവരെ കുറ്റം വിധിക്കാതെ, മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാതെ നാം നമ്മെ തന്നെ വിധിച്ച്, നമ്മെ തന്നെ പരിശോധിച്ച്, അല്ലെങ്കിൽ നമ്മെ തന്നെ ക്രമീകരിച്ച് ദൈവകൃപയിലേക്ക് മടങ്ങി വരണം. വ്യക്തം ചെയ്യാം. അത് കാണുമ്പോൾ മറ്റുള്ളവർ അല്ലെങ്കിൽ നിന്നെ അനുകരിക്കാൻ തുടങ്ങും, നിന്നെ അനുസരിക്കാൻ തുടങ്ങും. അല്ലേരിയ. അപ്പൊ നിങ്ങളുടെ ഇഷ്ടാനുസരണം അവൻ സംസാരിച്ച് അവൻ തങ്ങളുടെ കൃപ നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങൾ ഇഷ്ടാനുസരണം, നിങ്ങളുടെ ഇഷ്ടം മാത്രം സംസാരിച്ച് നിങ്ങളുടെ കൃപ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ചിലരൊക്കെ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കും, മറ്റാരെയും കൂടെ സംസാരിപ്പിക്കത്തില്ല. മറ്റൊരാളുടെ വിഷയം കൂടെ നീ കേൾക്കാൻ തയ്യാറാകണം. നീ ഒരാളോട് സംസാരിക്കുമ്പോൾ നിന്റെ ഭാഗം മാത്രം നീ അവരെ അടിച്ചേൽപ്പിക്കരുത്. നീ പറയുന്നത് മാത്രം അടിച്ചേൽപ്പിക്കരുത്. നീ പറയുന്നത് മാത്രം ശരിയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് നീ മറ്റൊരാളെ കുറ്റം വിധിക്കരുത്.
അവരുടെ ഭാഗം കൂടെ കേൾക്കണം. അവരുടെ ഭാഗത്ത് ന്യായം കാണും. ഒരുപക്ഷെ ഒരു കള്ളനായിരിക്കാം, ഒരു ചതിയനായിരിക്കാം, ഒരു കുലപാതകനായിരിക്കാം, ഒരു തെറ്റായ ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കാം. ആരുമായിക്കോട്ടെ, ഒരാളിനോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗം മാത്രം അടിച്ചേൽപ്പിക്കാതെ ആ വ്യക്തിയുടെ ഭാഗം കൂടെ കേട്ടിട്ട് അതുകൂടെ അറിഞ്ഞിട്ട് അവന് നല്ല പ്രകാശം നീ കൊടുക്കണം. അപ്പോഴാണ് നീ തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ പ്രയോജനപ്പെടുന്നത്. അപ്പോഴാണ് കർത്താവ് നിന്നെ ഇഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ. രക്തം ചെയ്യും. എന്നെ കേൾക്കണം മാതാവേ, പിതാവേ, നീ തണ്ടിന്മേൽ വെച്ച വിളക്കാ. ഹല്ലേലൂയ. നീ പറയും കീഴിൽ ഹല്ലേലൂയ നിന്നെ വെച്ച് മൂടരുത്. നിന്റെ കുടുംബത്തിലുള്ളവർക്ക് മുഴുവൻ നീ പ്രകാശമായി മാറട്ടെ. നിന്റെ ദേശത്ത്, നിന്റെ സമൂഹത്തിന്റെ സഭയിൽ നീ ഒരു പ്രകാശമായി മാറണം. ഹല്ലേലൂയ. അതാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ടാണ് സ്തോത്രം, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടുമെന്ന് മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ കാണുന്നത്. ഹല്ലേലൂയ. അപ്പൊ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്ന് കിട്ടും, അധികമായും കിട്ടും. ഉള്ളവനും കൊടുക്കും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയുമെന്ന് അവൻ അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. പറഞ്ഞാൽ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്ന് കിട്ടും. ഹല്ലേലൂയ. അതാണ് വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ അളക്കുന്ന അളവ് പോലെ നിങ്ങൾക്ക് അളന്ന് കിട്ടും പറയുമ്പോൾ നിങ്ങൾ അതിനകത്ത് വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. എന്ന് ചരിത്രം പഠിക്കുമ്പോൾ ഭൗമികമായ വസ്തുക്കളുടെ സമ്പാദ്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ദൈവവചനം ശരിയായ നിലയിൽ വിതയ്ക്കുമ്പോൾ വലിയൊരു കൊയ്ത്ത് അവന് ലഭിക്കും. നിങ്ങൾ ദൈവവചനം ശരിയായ നിലയിൽ, നല്ല നിലത്ത് വിതച്ചാൽ വലിയൊരു കൊയ്ത്ത്. ആ കൊയ്ത്ത് 30, 60, 100 മേലെയായിരിക്കും. ഹല്ലേലൂയ. കൊയ്ത്ത് ലഭിക്കും. ദൈവവചനം എല്ലാവർക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. കാരണം ദൈവം എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. കർത്താവ് എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. അപ്പം ദൈവം എല്ലാവർക്കും ഏതെങ്കിലും ചില അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തുന്നവരെ ദൈവം പിന്നെയും ഉപയോഗിക്കും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന താലന്തുകൾ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപകൾ, നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പ്രകാശം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപദേശം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ്, പകർന്നു കൊടുക്കുമ്പോഴാണ്, അവരെ വെളിച്ചത്തിലേക്ക് നടത്തുമ്പോഴാണ് ദൈവം നിന്നെ വീണ്ടും കൃപയാൽ നിറയ്ക്കുന്നത്, ആത്മാവിനാൽ നിറയ്ക്കുന്നത്, അഭിഷേകത്താൽ നിറയ്ക്കുന്നത്, ഉപദേശത്താൽ നിറയ്ക്കുന്നത്, ജ്ഞാനത്താൽ നിറയ്ക്കുന്നത്, ദൈവിക ദർശനങ്ങൾ, വെളിപ്പാടുകൾ നിനക്ക് തരുന്നത്. നിന്നിൽ പകർന്നിരിക്കുന്നത് ഈ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നാം മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പ്രൈസ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഹല്ലേലൂയ നിങ്ങൾ ഒരിക്കലും അല്ലെങ്കിൽ വിളക്ക് കത്തിച്ച് പറയുകയല്ല, നിങ്ങൾ പറയുകീഴ് അടച്ചു വെച്ച വിളക്കിനെ പോലെയാകാതെ തണ്ടിന്മേൽ വെച്ച വിളക്കിനെ പോലെ അരികൂടി സുവിശേഷം വിളിച്ചു പറയണം. ലോകം മുഴുവൻ അതിക്രമങ്ങൾ കൊണ്ട്, പാപം കൊണ്ട്, തീവ്രവാദം കൊണ്ട്, ഭീകരവാദികൾ കൊണ്ട്, വർഗീയവാദികൾ കൊണ്ട്, കൊല്ലും, കൊലയും, ഭീഷണിയും, പിടിച്ചുപറിയും, മോഷണവും, അപരാധവും, വ്യഭിചാരവും, പരസംഗവും, വിഗ്രഹാരാധനയും, സകല ദുർനടപ്പും, സകല അശുദ്ധി കൊണ്ട് ലോകം മുഴുവൻ തകർന്ന് തരിപ്പണമാകിയ യുദ്ധങ്ങളും, യുദ്ധശ്രുതികളും, ക്ഷാമങ്ങളും, ഭൂകമ്പങ്ങളും, മഹാവ്യാധികളും, പേമാരികളും, കൊടുങ്കാറ്റുകളും, ചുഴലിക്കാറ്റുകളും, ദുരന്തങ്ങളും, ഹല്ലേലൂയ, മലയിടിച്ചിലുകളും, ഉൾപ്പൊട്ടലുകളും, വെള്ളപ്പൊക്കങ്ങളും ഒക്കെ ഇവിടെ പെരുകുന്നതിന്റെ കാരണം എന്താ? ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യന്റെ ജീവിതത്തിന്റെ പാപമാണ്. മനുഷ്യ ജീവിതത്തിന്റെ പാപം പെരുകിക്കഴിഞ്ഞപ്പം ദൈവം ഭൂമിയിൽ ന്യായവിധിയുടെ കരം നീട്ടുന്നുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ ആക്കി വെച്ചിട്ട് നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന വെളിച്ചം മറ്റുള്ളവർക്ക് നീ പകർന്നു കൊടുക്കാം. ഒരു മാനസാന്തരത്തിലേക്ക് മടങ്ങി വരട്ടെ, പാപബോധവരമിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവാത്മാവ് നിന്നെ ശക്തമായി നിന്നോട് ഈ ദൂത് പറയുന്നത്. രക്തം ചെയ്യും. അടങ്ങിയിരിക്കാൻ സമയമില്ലെന്ന്, വെറുതെ ഇരിക്കാൻ സമയമില്ലെന്ന്, അലസനായിരിക്കാൻ സമയമില്ലെന്ന്. ഹല്ലേലൂയ.
കിടന്നുറങ്ങി സമയം കളയരുത്. ലേലിയ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഉറങ്ങി നിന്റെ സമയം കളയരുത്. ഉറക്കം മാത്രം നിന്റെ ശീലമായി മാറരുത്. ലേലിയ നിന്റെ സമയം നീ വെറുക്കൂത്തുകൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. ലേലിയ നീ കർത്താവിന് വേണ്ടി പ്രകാശിക്കേണ്ടവളാ. നീ ലോകത്തിന്റെ വെളിച്ചമാ. ഇരുളിൽ കിടക്കുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നിന്റെ കടമയോ ഉത്തരവാദിത്വമോ ദൗത്യമാണ് നിന്റെ. ലേലിയ രക്തം ചെയ്യാം. നീ അത് ചെയ്യാറുണ്ടോ? എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിങ്ങൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്ന ഒരു ചോദ്യം, നീ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു? നീ ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞോ? ആരുടെയെങ്കിലും ജീവിതത്തിന്റെ ഇരുളിനെ നീ മാറ്റിയോ? ആരുടെയെങ്കിലും ദുഃഖങ്ങൾ സങ്കടങ്ങൾ കേട്ടിട്ട് അവരോട് നീ ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുത്തോ? അല്ലേ? ഇതൊക്കെ കർത്താവ് നിന്നെ കുറിച്ച് നോക്കുന്നതാ. പണ്ടൊക്കെ പഴമൊക്കെ സ്വന്തം കാര്യം ചിന്താവാന്നൊക്കെ പറയരുത് എന്ന് പറഞ്ഞ ചിലർക്കൊക്കെ അങ്ങനെയാ. അവരുടെ കാര്യം മാത്രം. ചിലർ പറയും എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ മതി, ഞാൻ വേറെ ആരുടെയും കാര്യം നോക്കത്തില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതൊക്കെയാണ് ചില ജനത്തിന്റെ ആ മനസ്സിലിരിപ്പ്. ഞാൻ എന്റെ കാര്യം, എനിക്ക് എന്റെ കാര്യം, എനിക്ക് ആരുടെയും കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല, ഞാൻ ആരുടെയും കാര്യം നോക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ ഒഴിഞ്ഞ് സ്വയം മാന്യത പറയുന്നവരാ. അങ്ങനെയല്ല. തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം. തമ്മിൽ ഭാരങ്ങളെ ചുമന്ന ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിച്ച്, അല്ലേലിയ അന്യോന്യം പ്രബോധിപ്പിച്ച്, അല്ലേലിയ പരസ്പര കുറവുകൾ മനസ്സിലാക്കി നാം കർത്താവിന് വേണ്ടി പ്രകാശിക്കണം. രക്തം ചെയ്യും. ഇന്ന് പകൽ ദൈവം നിങ്ങൾക്കൊരു അവസരം തരിക. ഇന്നലെ വരെ നിന്റെ സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഈ സന്ദേശം കേൾക്കുന്നവർ വരെ നിന്റെ സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്നാൽ കർത്താവ് നിനക്ക് ഒരവസരം തരിക. നിന്റെ ജീവശ്വാസം നിലയ്ക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി സന്ദേശം ദൈവം നിന്നെ കേൾപ്പിക്കുന്നത് നീ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നീ വിളക്ക് കത്തിച്ച് പറയുകയിൽ വെച്ചതുപോലെ ആകാതെ നീ തന്റെ പേരൊന്ന് കത്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രഭാതകൂടെ ദൈവത്തിന്റെ വചനം നിന്നെ കേൾപ്പിക്കുന്നത്. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഒന്ന് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ നീ ആഗ്രഹിക്കുന്ന കർത്താവ് നിന്നെ മാനിക്കും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്ക് മടന്നു കിട്ടും എന്ന് യേശുക്രിസ്തു മുന്നറിയിപ്പ് നൽകിയിട്ടും അതിനെ, ഹല്ലേലൂയ, സ്തോത്രം, മറന്നു കളയുന്നവരാ ഈ ജനം. കർത്താവ് നമുക്ക് മുന്നറിയിപ്പുകൾ തന്നു. ഈ മുന്നറിയിപ്പുകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ വീടുകളിൽ വന്ന് വിളിച്ചു പറയുന്നു. നിങ്ങളോട് വ്യക്തിപരമായിട്ട് പറയുന്നു. ഹല്ലേലൂയ. വിവിധ മാർഗങ്ങളിലൂടെ ഇത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾ കർത്താവ് പറഞ്ഞ മുന്നറിയിപ്പുകളെ നിങ്ങൾ മറന്നുപോയാൽ പിന്നെ തീരെ നീ ദുഃഖിക്കേണ്ടി വരും. ഹല്ലേലൂയ. അപ്പൊ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് ഉപേക്ഷിക്കണം. മറ്റുള്ളവരെ കുറ്റം പറയുന്നത്, മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കുന്നത്, മറ്റുള്ളവരെ വിധിക്കുന്നത്, മറ്റുള്ളവരെ അളക്കുന്നത്, അതൊക്കെ നീ ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. കുറ്റം ചാർത്തുന്നതും, ഹല്ലേലൂയ, നിങ്ങൾ ഉപേക്ഷിക്കണം. മറ്റുള്ള കുറ്റം ചുമത്തും കുറ്റം ചാർത്തുന്നതും ഒക്കെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. നിങ്ങളുടെ വാക്കുകൾ ഒരിക്കലും വാളുപോലെ ഉപയോഗിക്കരുത്. നിങ്ങളുടെ വാക്കുകൾ ഒരിക്കലും വാളുപോലെ ഉപയോഗിക്കരുത്. ചിലരുടെ വാക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ വാളുകൊണ്ട് കുത്തുന്നത് പോലെ, വെട്ടുന്നത് പോലെ. അതുകൊണ്ട് ആ കൊലോസ് ലേഖനം 4:6 വായിക്കും പറയുന്നത്, നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയത് ഉപ്പിനാൽ രുചി വരുത്തതുമായിരിക്കട്ടെ. അപ്പൊ ആരോടും നിങ്ങളുടെ വാക്കുകൊണ്ട്, നിങ്ങളുടെ നാവ് കൊണ്ട് വാള് പോലെ വെട്ടിമുറിക്കാതെ. ചിലരൊക്കെ സംസാരിച്ച് പറയും, ചിലർ പറയും എനിക്ക് വെട്ടൊന്നും മുറിരണ്ടെന്നാണ് പറയുന്നത്. ചിലർ പറയും എനിക്ക് വെട്ടൊന്നും മുറിരണ്ട്, മുമ്പും പിമ്പും ഞാൻ നോക്കത്തില്ല എന്നൊക്കെ പറയത്തില്ലേ. എന്നൊക്കെ പലരും പറയുന്നേ. എന്നെ കേൾക്കുന്ന മാതാവ് വെട്ടൊന്നും മുറിരണ്ട്, ഞാൻ മുമ്പും നോക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിന്റെ ജീവിതത്തിൽ നീ ശൂന്യതയിലേക്ക് കൊണ്ടുപോകാതെ, അല്ലേ, ആരുടെ നേരെ നിന്റെ വാക്കുകൾ വാളുപോലെ നീ തൊടുത്തു വിടാതെ, അല്ലെങ്കിൽ നിന്റെ വാക്കുകളിൽ നീ കുടുങ്ങിപ്പോകാതെ, നിന്റെ വാക്കുകൾ കൃപയോട് കൂടിയതായിരിക്കണം, ഉപ്പിനാൽ രുചി വരുത്തതായിരിക്കണം. തണ്ടിന്മേൽ വെച്ച വിളക്കായി ദൈവം നിന്നെ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ ലോകത്തിന്റെ പാപത്തിനിരുളിൽ നിന്നും ലോകത്തിന്റെ ശാപത്തിൽ നിന്ന് അന്ധതയിൽ നിന്ന് നിന്നെ വിളിച്ചു വേർതിരിച്ച്
നിന്നെ ലോകത്തിന്റെ വെളിച്ചമായി തണ്ടിന്മേൽ വെച്ച വിളക്കായി ദൈവം നിന്നെ ഭൂമിയിൽ വെച്ചിരിക്കുമ്പോൾ നിന്റെ വാക്കുകൾ കുറയോടുകൂടി ഇതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന മാതാവേ, ഇതാണ് നിന്റെ വീട്ടിൽ നീ സംസാരിക്കുന്ന വാക്കുകൾ, നിന്റെ ഭർത്താവിനോട് നീ സംസാരിക്കുന്ന വാക്കുകൾ, നിന്റെ ഭാര്യയോട് നീ സംസാരിക്കുന്ന വാക്കുകൾ, നിന്റെ മക്കളോട് സംസാരിക്കുന്ന വാക്കുകൾ, മക്കൾ അപ്പനമ്മമാരോട് സഹോദരങ്ങളോട് സംസാരിക്കുന്ന വാക്കുകൾ, നിങ്ങളുടെ സഭയിൽ സംസാരിക്കുന്ന വാക്കുകൾ, സഹ വിശ്വാസികളോട്, ദൈവദാസന്മാരോട്, അധികാരികളോട്, നിങ്ങളെക്കാൾ പ്രായമുള്ളവരോട്, പ്രായം കുറഞ്ഞവരോട് സംസാരിക്കുന്ന വാക്കുകൾക്കകത്ത് കൃപയുണ്ടായിരിക്കണം. അത് ഉപ്പിനാൽ രുചി വരുത്തലായിരിക്കും. വാളുകൊണ്ട് ആരെയും നിന്റെ വാക്കുകൾ വാള് പോലെ ആകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു സമാധാനം ഉണ്ടാകും. നീ തണ്ടിന്മേൽ വെച്ച് വിളക്കായി നിന്റെ കുടുംബത്തിൽ നീ പ്രകാശിച്ച് നിന്ന നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. എന്താണ് കുടുംബത്തിന്റെ ഇരുൾ മാറാത്തത്? എന്താണ് കുടുംബത്തിന്റെ കഷ്ടത മാറാത്തത്? എന്താണ് കുടുംബത്തിന്റെ കണ്ണുനീര് മാറാത്തത്? കുടുംബത്തിന്റെ ശാപം മാറാത്തത്? കുടുംബത്തിനകത്തൊരു അനുഗ്രഹം വരാത്തത് എന്തുകൊണ്ടാണ്? നാളുകളായി നീ പ്രാർത്ഥിച്ചില്ലേ, ഉപവസിച്ചില്ലേ, കണ്ണുനീർ തൂകിയില്ലേ? നീ അനവധി നേർച്ച കാഴ്ചകൾ നടത്തിയില്ലേ? അനവധി തീർത്ഥാടനങ്ങൾ നടത്തിയില്ലേ? പല പുണ്യസ്ഥലങ്ങളിൽ നീ സന്ദർശിച്ചില്ലേ? പലരെയും വിളിച്ച് നീ പ്രാർത്ഥിച്ചില്ലേ? പലരുടെ ഇരിക്ക് നീ പോയി തല കുനിച്ചു കൊടുത്തില്ലേ? എന്തുകൊണ്ടാണ് നീ അനുഗ്രഹിക്കപ്പെടാത്തത്? എന്തുകൊണ്ടാണ് നിന്റെ ശാപങ്ങൾ മാറിപ്പോകാതെ വന്നത്? ഇന്നും നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീര് മാറാത്തത് എന്തുകൊണ്ടാണ്? നിന്റെ തലമുറ നശിക്കുന്നത് എന്തുകൊണ്ടാണ്? നിന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ സമാധാനമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. നീ ഇന്നും ഇരുളായതുകൊണ്ടാണ്. പറയും കീഴിൽ വെച്ച വിളക്ക് പോലെ നീ അണഞ്ഞു കിടക്കുന്നുണ്ട്. അണഞ്ഞു പോയതുകൊണ്ടാണ്. പറയിൽ കീഴിൽ വെച്ച് വിളക്ക് അത് കെട്ടുപോകും, അണഞ്ഞു പോകും. അതുപോലെ നീ അണഞ്ഞു പോകുമ്പോൾ, അതുപോലെ കെട്ടുപോയി കഴിഞ്ഞാൽ നിനക്ക് നിന്റെ കുടുംബത്തിൽ പ്രകാശിക്കാൻ കഴിയത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നിന്നെ പാപത്തിൽ നിന്ന് വേർതിരിച്ച് തന്റെ മേൽ വെച്ച വിളക്ക് പോലെ നിന്നെ പ്രകാശിപ്പിച്ച് നിന്നെ വീട്ടിൽ നീ പ്രകാശം കൊടുക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ നിനക്ക് ദൈവം ഒരു അവസരം തരിക. നിന്റെ സകല കഷ്ടതയും മാറി, സങ്കടങ്ങളും മാറി, നിന്റെ കുടുംബത്തിനകത്ത് സകല പ്രശ്നങ്ങളും തീർത്ത് നിന്റെ കുടുംബത്തിനകത്ത് ഐശ്വര്യം പകരാൻ നിന്റെ യേശു ആഗ്രഹിക്കുന്നു. നിന്റെ സകല കണ്ണുനീരും മാറ്റിത്തരാൻ യേശു ആഗ്രഹിക്കുന്നു. നിന്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, സഹോദര സഹോദരി, നിന്റെ സകല പ്രശ്നം പരിഹരിക്കുവാൻ, എന്നെ കേൾക്കുന്ന കുഞ്ഞെ, നിന്റെ സകല വിഷയങ്ങളും പരിഹരിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. നിന്റെ സകല പ്രശ്നങ്ങൾ പരിഹരിക്കുക ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. നിന്റെ അപ്പനമ്മമാർക്ക് പോലും കഴിയത്തില്ല. നിന്റെ സകല പ്രശ്നങ്ങളും പരിഹരിച്ചു നൽകുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് വരണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ വായിലെ വാക്കുകൾ കുറയോട് കൂടിയതായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങളോ അളവില്ലാത്ത വണ്ണമല്ല നിങ്ങളുടെ അടുക്കലോളം എത്തിയത്. ദൈവം ഞങ്ങൾക്ക് അളന്നു തന്ന അതിന്റെ അളവിനൊത്തവണ്ണം അത്രേ പ്രശംസിക്കുന്നത്. ഞങ്ങൾ നിങ്ങളുടെ അടുക്കലോളം എത്താതെ എന്നാണ് ദൈവജനം പറയുന്നത്. അപ്പൊ 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം, അല്ലെങ്കിൽ അതിന്റെ 13-15 വാക്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അവിടെ ഇങ്ങനെ വായിച്ച കണ്ടു. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 13-15 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങളോ അളവില്ലാത്തവണ്ണമല്ല ദൈവം നിയമിച്ചു തന്ന പരിധിക്ക് ഒത്തവണ്ണം അത്രേ പ്രശംസിക്കുന്നത്. അതിൽ നിങ്ങളും ഉൾപ്പെടുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ അടുക്കലോളം എത്താതെ അതിൽ കടന്നു പോകുന്നു എന്നല്ല, ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ അടുക്കലോളം വന്നിട്ടുണ്ടല്ലോ എന്ന് പൗലോസ് കൊരിന്ത്യരെ വിശ്വാസികളോട് പറയുന്നതാണ്. എന്നുള്ള പുറം ജാതികൾക്ക് വേണ്ടി വേദനിക്കപ്പെട്ട അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്. ഹല്ലേലൂയ. ഇപ്പം പൗലോസ് കൊരിന്തിലാണ് ഉള്ളത്. കൊരിന്തിൽ ചെന്നിട്ട് പൗലോസ് തന്റെ വെച്ച വിളക്ക് പോലെ കത്തി നിന്ന് അവർക്ക് വേണ്ടി പ്രയോജനപ്പെടുകയാണ്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ഇപ്പം ജാതികളായ കൊരിന്തിന്റെ മധ്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. യഹൂദന്മാരുടെ ഇടയിൽ ചിലർ പ്രവർത്തിക്കുന്നു. തനിക്ക് ജാതികളുടെ പ്രവർത്തിപ്പോകാൻ ചില അതിരുകൾ ദൈവം നിശ്ചയിച്ച് ചുമതലപ്പെടുത്തി പൗലോസിനെ ജാതികളുടെ ഇടയിലേക്ക് അയച്ചു. കൊരിന്ത്യരുടെ ഇടയിലേക്ക് പൗലോസിനെ ദൈവം അയച്ചു. അങ്ങനെ പൗലോസ് കൊരിന്തിൽ ചെന്നു. ഹല്ലേലൂയ. പാപത്തിൽ വീണ് കിടക്കുന്ന, ശാപത്തിൽ വീണ് കിടക്കുന്ന, അന്ധതയിൽ വീണ് കിടക്കുന്ന കൊരിന്തിലെ ജനത്തിന്റെ നടുവിൽ
പൗലോസ് തണ്ടിന്മേൽ വെച്ച് വിളക്ക് പോലെ പ്രകാശിച്ചപ്പോൾ എന്ത് ചെയ്തു? കൊരിന്ത്യ പട്ടണം സുവിശേഷീകരിക്കപ്പെടുവാൻ കാരണമായി. കൊരിന്ത്യയിലെ ജനത്തിന് മാനസാന്തരം വന്നു. അവിടെ ദൈവസഭകൾ സ്ഥാപിതമായി. അതുകൊണ്ട് നിങ്ങൾ പാറയുടെ കീഴിൽ ആമീൻ വിളക്ക് വെക്കാതെ നിങ്ങൾ തണ്ടിന്മേൽ തന്നെ വെക്കണം. ആമീൻ സ്തോത്രം. വലിയ തണ്ടിന്മേൽ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കുറിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വീട് മുഴുവനും പ്രകാശിക്കുന്നു. വീട് എന്ന് പറയുന്നത് വ്യക്തിപരമായ രീതിയിൽ നിങ്ങളുടെ ഹൃദയത്തെയും പിന്നീട് നിങ്ങളുടെ കുടുംബത്തെയും സഭയും കുറിക്കുന്നു. നിങ്ങളിലുള്ള ദീപത്താൽ നിങ്ങൾ പോകുന്ന സഭയും ഉണർവ് പ്രാപിക്കും, കുടുംബവും ഉണർവ് പ്രാപിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഒരു തീജ്വാല പോലെ ചുറ്റും കത്തി പടരണം. നിങ്ങളൊരു തീജ്വാല പോലെ കത്തി പടരണം. നിന്റെ പ്രകാശം ലോകം മുഴുവൻ പരക്കണം. ഹല്ലേലൂയ. നിങ്ങൾ മുഖാന്തരം ദേശത്തിന് ഉണർവുണ്ടാകണം. ഹല്ലേലൂയ. പൗലോസ് മുഖാന്തരം ദേശത്തിന് ഉണർവുണ്ടായതുപോലെ നിങ്ങൾ മുഖാന്തരം ഒരു ഉണർവുണ്ടാകണം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല എന്ന് മത്തായി 5:14 വായിച്ചത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. നാം വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. വിളക്ക് കത്തിച്ച് പറയുകയല്ല, തണ്ടിന്മേലത്ര വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അതെ ശ്രോതാവേ, എന്നെ കേൾക്കുന്ന മാതാവേ, ഇത് കാലം ദുഷ്കാലമാണ്. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നീ തണ്ടിന്മേൽ വെച്ച് വിളക്ക് പോലെ നീ അനേകർക്ക് വേണ്ടി പ്രയോജനപ്പെടണം. നീ തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ നീ പ്രകാശിച്ചാൽ നിന്റെ കുടുംബത്തിന്റെ ഇരുൾ മാറും, ജീവിതത്തിന്റെ ഇരുൾ മാറും, അന്ധകാരം മാറും, ശാപം മാറും, ബന്ധനം കഴിയും. നിന്റെ കുടുംബം വെളിച്ചമായി മാറും. അനേകർക്ക് നീ ആശ്വാസകരമായി മാറും. ഇത് പകലതിന് വേണ്ടി ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ കുടുംബത്തിന്റെ, എന്റെ ജീവിതത്തിന്റെ, ഭർത്താവിന്റെ, ഭാര്യയുടെ, എന്റെ മകന്റെ, മകളുടെ, എന്റെ മരുമോളുടെ, അമ്മായിയമ്മയുടെ, എന്റെ മാതാവിന്റെ, പിതാവിന്റെ, എന്റെ സഹോദരങ്ങളുടെ, എന്റെ ചുറ്റുമുള്ളവരുടെ, അയൽവാസികളുടെ, എന്റെ ദേശത്തിന്റെ, രാജ്യത്തിന്റെ, എന്റെ സഭയുടെ, സഹവിശ്വാസികളുടെ ജീവിതത്തിൽ ഇരുളൊന്ന് മാറ്റുവാൻ എന്നെ തണ്ടിൽ മേടിച്ച വിളക്കൂലായി അവരുടെ മുമ്പിൽ എന്നെ ഒന്നാക്കണമേ. എനിക്ക് തന്റെ വെച്ച് വിളക്കോ എനിക്ക് പ്രകാശം കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, എന്നെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് നീ എന്നെ ഏൽപ്പിച്ചു കൊടുത്തതിനോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ട് ഈ ചെറിയ വലിയ ഞങ്ങളോടത്ത് പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായി വലിയ കർത്താവ് ജനത്തെ തന്റെ വെച്ച് വിളക്ക് പോലെ ഉപയോഗിക്കാൻ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർദ്ധക്യത്തിനും വൃത്തരും വശം തടവറയിലായിരിക്കുന്നവർ, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ, ഭരണ മേധാവി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലായിരിക്കുന്നവരെ, ഭരണജീവിത അധികാരികളെയും കർത്താവ് ജനത്തെ ഞങ്ങളുടെ കേരളത്തിലെ 3.25 കോടി ജനത്തിനായി തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യസ്ഥാനത്തൊഴിലാളികൾ, ഇന്ത്യയിലെ കർത്താവ് 29 സംസ്ഥാനങ്ങളിലായി 7 കേന്ദ്രവർഷങ്ങളായി 6 ലക്ഷത്തിലെ ഗ്രാമങ്ങൾക്കകത്ത് 140 കോടിയിലധികം വരുന്ന ജനത്തിനായി എണ്ണത്തിൽപ്പെടാത്തവരെ നല്ലേറിയ കർത്താവേ, ലോകരാജ്യങ്ങളിൽ ഭൂഖണ്ഡങ്ങളായി തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങൾക്കായി 800 കോടി ജനങ്ങൾ എണ്ണത്തിൽപ്പെടാത്തവരെ കർത്താവേ, അവരെല്ലാം ഇരുളിൽ നിന്ന് മടങ്ങി വന്ന് തന്റെ മേൽ വെച്ച് വിളക്ക് പോലെ പ്രകാശിക്കുവാൻ ജനത്തിലെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിട്ടപ്പെടണമേ. അതിർത്തികൾ കാക്കുന്ന VSSCRP കർത്താവ്, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, ക്രമസമാധാന പാലകർ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവർ, എല്ലാ രഹസ്യാന്വേഷണ പോലീസിന്റെ വിവിധ വകുപ്പുകൾ, ജുഡീഷ്യൽ വിവിധ വകുപ്പുകൾ, സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, ബാങ്കിങ് മേഖലയില് ആയിരിക്കുന്ന പൊതുമേഖല ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കർഷക രംഗത്ത്, മെക്കാനിക് മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, കർത്താവ് എല്ലാ ടൈൽസ് സർവീസിനെയും ഹെവി വാഹനം ഓടിക്കുന്നവരെ കർത്താവ്, എല്ലാ ജലത്തെയും കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുക, വാഹന യാത്ര, വാഹനത്തിൽ സെയിൽസ് ചെയ്യുന്നവർ, കടലോരവാസികളെ, തീരദേശവാസി, സമുദ്രത്തിലെ ആഴങ്ങൾ മത്സരത്തിനെ കടന്നു പോയിരിക്കുന്നവർ, ഹല്ലേലൂയ കർത്താവ്, സ്തോത്രം. ഫലനിശ്ചിതമായി വ്യാപാരികൾ, വ്യവസായികളെ, എല്ലാ കർത്താവ്, വഴിയുടെ കച്ചവടക്കാർ, എല്ലാ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവരെയും, എല്ലാ ക്ഷീരമേഖലയിൽ ജോലി എടുക്കുന്നവർ, എല്ലാ കർത്താവ് മേഖലയിൽ വിവിധ തലങ്ങളിൽ ജോലിയിലായിരിക്കുന്നവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. മത, സാമൂഹ്യ, സംസ്കാര, സംഘടന, ചരിത്ര, മാധ്യമ, മീഡിയ, എല്ലാ മത നേതാക്കന്മാർ, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെ മനസ്സാന്തരം കൊടുക്കുന്ന കർത്താവ്, ഇരുളിന്റെ അനുഭവത്തിൽ മടങ്ങി വരുവാൻ
ദൈവമായിരിക്കുന്നു. ദേശരാജ്യത്ത് ജോലിക്കായി കടന്നുപോയി, പഠിക്കാൻ കടന്നുപോയി, ജോലി നഷ്ടപ്പെട്ടവർ, വിസ നഷ്ടപ്പെട്ടവർ, നാട്ടിലേക്ക് കടന്നു ഭാരപ്പെടുന്നവർ, മല്ലാതെ കഷ്ടം സഹിക്കുന്നവർ, അടിമത്തത്തിനായി കിടക്കുന്ന വിദേശ കടന്നിൽ കഷ്ടം സഹിക്കുന്ന സൂര്യന്മാർ, പീഡ അനുഭവിക്കുന്നവർ, ജയിലിൽ കിടക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന വിസ പുതുക്കി കിട്ടാതെ സാലറി കിട്ടാതെ ഭാരപ്പെടുന്നവർ, വിവിധ തലങ്ങളിലായിരിക്കുന്നവരെ യോഗിലായിരിക്കുന്നവരേക്കും അവർ പ്രാർത്ഥിക്കുന്നു. നിരീശ്വരവാദത്തിനും യുദ്ധവാദത്തിലും പെട്ട് കിടക്കുന്നു, ദൈവമില്ല എന്ന് പറയുന്നവർ, കർത്താവ് സ്വതന്ത്രം എല്ലാ തീവ്രവാദികളും ഭീകരവാദികളും മദ്യപാനികൾ വെറുക്കൂത്തുകാരികളെയും എല്ലാ വർഗീയവാദികളെ ദൈവം മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇവരെല്ലാം ഇരുളിന്റെ ആധിപത്യം വിട്ട് മടങ്ങി വന്ന് തന്റെ വെച്ച വിളക്ക് പോലെ കർത്താവിന്റെ ശോഭിക്കുവാൻ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. സകല ശുദ്ധിയും വിട്ട് ജനം മടങ്ങി വരട്ടെ, സകല ദുഷ്കർമ്മം വിട്ട് മടങ്ങി വരുവാൻ സകല ജനത്തെ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവിന്റെ കേരളത്തിൽ ദേശരാജ്യം കടന്നുപോയി ദൈവത്തിന്റെ ദാസന്മാരുടെ കുടുംബ തലമുറകളെ അനുഗ്രഹിക്കണമേ. സുവിശേഷം മുഖാന്തരം ജയിലിൽ കിടക്കാനുണ്ട് അവരേക്ക് വിടിപ്പിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇരുളിൽ കിടക്കുന്ന, പാപത്തിൽ വീണ് കിടക്കുന്ന, അന്ധതയിൽ വീണ് കിടക്കുന്ന, അന്ധകാരത്തിൽ കിടക്കുന്ന ജനത്തിന് വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ജനമെല്ലാം പറയെങ്കിൽ വെച്ച് വിളക്ക് പോലെ അണഞ്ഞു പോകാതെ, കരിന്തിരി പുകയെതിരായി മാറാതെ തന്റെ മുന്നിൽ വെച്ച് വിളക്ക് പോലെ ശോഭിക്കുവാൻ ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.